വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ വിൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായാണ് 2017 വിൻഫാസ്റ്റ് സ്ഥാപിതമായത്. വിയറ്റ്നാമിലെ ശതകോടീശ്വരനായ ഫാം നാറ്റ് വുവാങ് ആണ് ഇതിൻ്റെ പിന്നിൽ. വെറും 21 മാസം കൊണ്ട് ഹൈഫോങ്ങിൽ അത്യാധുനികമായ ഒരു നിർമ്മാണശാല പണിതീർത്ത് അവർ ലോകത്തെ ഞെട്ടിച്ചു. തുടക്കത്തിൽ BMW സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പെട്രോൾ കാറുകളാണ് അവർ പുറത്തിറക്കിയത്. 2022 പെട്രോൾ ഡീസൽ കാറുകളുടെ ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തി വെറും ഇലക്ട്രിക് വാഹനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകത്തിലെ ആദ്യത്തെ കമ്പനികളിലൊന്നായി വിൻഫാസ്റ്റ് മാറി. VF8, VF9 എന്നിങ്ങനെ വ്യത്യസ്ത മോഡലുകൾ അവർ ആഗോള വിപണിയിൽ അവതരിപ്പിച്ചു. നിലവിൽ അമേരിക്ക, കാനഡ, യൂറോപ്പ് തുടങ്ങിയ വിദേശ വിപണികളിലേക്ക് വിൻഫാസ്റ്റ് അതിവേഗം വളരുകയാണ്. 2023 ഓഗസ്റ്റിൽ അമേരിക്കൻ ഓഹരി വിപണിയായ നസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തതോടെ കമ്പനിയുടെ മൂല്യം പല വമ്പൻ കാർ കമ്പനികളോളം ഉയർന്നു. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ഇലക്ട്രിക് ബസ്സുകൾ, ഇലക്ട്രിക് കാറുകൾ എന്നിവയാണ് അവർ പ്രധാനമായും നിർമ്മിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ വിൻഫാസ്റ്റ് വലിയ നിക്ഷേപം തന്നെയാണ് നടത്തുന്നത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ഏകദേശം $2 ബില്യൺ, അതായത് 16,000 കോടി രൂപ നിക്ഷേപത്തിൽ ഒരു വലിയ നിർമ്മാണശാലയുടെ പണി അവർ തുടങ്ങിക്കഴിഞ്ഞു. പ്രതിവർഷം 1.5 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇലക്ട്രിക് 7 സീറ്റർ നിരയിലോട്ട് മഹീന്ദ്രയുടെ XEV9Sഉം കിയ ക്ലാവിസൊക്കെ എത്തിയ സമയത്ത് ഇനി ടാറ്റയുടെയും ഹുണ്ടയുടെയും ഇലക്ട്രിക് വാഹനങ്ങൾ 7 സീറ്റർ നമ്മളിങ്ങനെ പ്രതീക്ഷ നിൽക്കുന്ന സമയത്താണ് വിൻഫാസ്റ്റിൻ്റെ വരവ്. VF MPV 7. ഈ വണ്ടിയുടെ വലുപ്പത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നീളം 4740 മില്ലിമീറ്ററാണ്, വീതിയാകട്ടെ 1872 മില്ലിമീറ്ററും ഉയരം 1734 മില്ലിമീറ്ററുമാണ്. അതായത് നമ്മുടെ മഹീന്ദ്ര XEV9Sനേക്കാൾ നീളം കൂടുതലുണ്ടെങ്കിലും ഉയരം അല്പം കുറവാണ്. എന്നാൽ ഈ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ 19 ഇഞ്ച് അലോയ് വീലുകളാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2840 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ അത്യാവശ്യത്തിലധികം സ്ഥല സൗകര്യം ലഭിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 185 mm ആണെങ്കിൽ ഇതിൻ്റെ ആകെ ഭാരം വരുന്നത് 1875 കിലോഗ്രാം ആണ്. സൺറൂഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചെറിയ നിരാശയുണ്ട്, ഇതിൽ സൺറൂഫ് നൽകിയിട്ടില്ല. എന്നാൽ സിഗ്നേച്ചർ വി ഷേപ്പ് LED ലൈറ്റിംഗ് വണ്ടിക്കൊരു പ്രത്യേക ലുക്ക് തന്നെ നൽകുന്നുണ്ട്. 60 കിലോവാട്ട് വരുന്ന LFP അഥവാ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. AC ചാർജിങ് 6.9 കിലോവാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വണ്ടി വീട്ടിൽ നിന്നും ചാർജ് ചെയ്തെടുക്കാൻ ഏകദേശം 10 മണിക്കൂറിനടുത്താണ് സമയമെടുക്കുന്നത്. DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് 80 കിലോവാട്ട് വരെയാണ്. അതായത് ഈ വണ്ടി 10% മുതൽ 70% വരെ ചാർജ് ചെയ്തെടുക്കാൻ ഏകദേശം 30 മിനിറ്റ് മതി. ഈ വണ്ടിയുടെ മാക്സിമം പവർ വരുന്നത് 150 കിലോവാട്ട് ആണെങ്കിൽ ടോർക്ക് വരുന്നത് 280 Nm ആണ്. കമ്പനി പറയുന്ന MIDC റേഞ്ച് വരുന്നത് 517 കിലോമീറ്റർ ആണ്. ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത് 128 ലിറ്റർ ആണെങ്കിലും ഇതിൻ്റെ തേർഡ് റോ നമ്മൾ ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 500 ലിറ്റർ വരെ ഇതിൻ്റെ ലഗേജ് സ്പേസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറിൽ ഏറ്റവും ശ്രദ്ധേയമായത് 25.65 സെൻറ്റിമീറ്റർ നീളം വരുന്ന 10.1 ഇഞ്ച് വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണ്. വണ്ടിയുടെ ഉള്ളിൽ ഫിസിക്കൽ സ്വിച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അതുപോലെ തന്നെ AC കൺട്രോള്, മ്യൂസിക് കൺട്രോള്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കാണില്ല. ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരു വോയിസ് അസിസ്റ്റൻ്റ്, അതിൻ്റെ പേരാണ് വിവി എന്ന വിർച്വൽ അസിസ്റ്റൻറ്റ്. അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺട്രോളുകളിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിച്ചും കാര്യങ്ങളും ടച്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യം പോലുമില്ല. ഈ വിവി അസിസ്റ്റൻറ്റിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. വണ്ടിയിലുള്ള ഗിയർ ഷിഫ്റ്റർ, ഇലക്ട്രിക് വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഗിയർ സിസ്റ്റം പറയാൻ പറ്റുമോ? ഓക്കെ, ആ നമുക്ക് മോഡുകൾ മാറ്റുന്ന ആ ഒരു നോബ് അത് സ്റ്റിയറിങ്ങിൻ്റെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ക്രെറ്റ EVയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ. സിസ്റ്റത്തിലെ കണക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, കണക്റ്റഡ് കാർ ടെക്നോളജി എന്നിവയൊക്കെ ഉണ്ട്. അതായത് കണക്റ്റഡ് കാർ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ വണ്ടീനോട്ട് നമുക്ക് റിമോട്ടായിട്ട് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും AC കൺട്രോൾ ചെയ്യാനും അങ്ങനത്തെ എല്ലാ പരിപാടികളും ഈ വണ്ടിയിലുണ്ട് കേട്ടോ. സീറ്റുകളുടെ ഒരു സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 വേ അഡ്ജസ്റ്റബിൾ മാനുവൽ സീറ്റാണ്. 20 ലക്ഷം രൂപയുടെ മുകളിലുള്ള വണ്ടിയായിട്ട് പോലും ഇതിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഫ്രണ്ട് റോയിൽ പോലും കൊടുത്തില്ല എന്ന് പറയുന്നതും, അതുപോലെ തന്നെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ അങ്ങനത്തെ സിസ്റ്റങ്ങളൊന്നും കൊടുക്കാത്തത് വലിയൊരു അപാകതയായി തോന്നി. പിൻവശത്ത് പാർക്കിംഗ് സെൻസറുകളും സാധാരണ റിവേഴ്സ് ക്യാമറയും മാത്രമാണ് നൽകിയിട്ടുള്ളത്.
സുരക്ഷയുടെ കാര്യത്തിൽ ചില നൂതന സംവിധാനങ്ങൾ വിൻഫാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, അതായത് കയറ്റത്തിൽ വണ്ടി നിർത്തി എടുക്കുമ്പോൾ പുറകോട്ട് ഉരുണ്ടു പോകാതിരിക്കാൻ ഈ സിസ്റ്റം സഹായിക്കുന്നു. റോൾ ഓവർ മിറ്റിഗേഷൻ, വണ്ടി മറിയാനുള്ള സാഹചര്യം ഒഴിവാക്കി സ്റ്റെബിലിറ്റി നൽകുന്നു. ESS എമർജൻസി സിഗ്നൽ സിസ്റ്റം, പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ പുറകിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇൻഡിക്കേറ്ററുകൾ വേഗത്തിൽ മിന്നുന്ന ആ ഒരു പരിപാടി. ബ്രേക്ക് അസിസ്റ്റൻറ്റ്, പെട്ടെന്ന് ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ബ്രേക്കിംഗ് പവർ കൂട്ടി വണ്ടി വേഗത്തിൽ നിർത്താൻ ഈ സിസ്റ്റം സഹായിക്കുന്നു. ഇതുകൂടാതെ 4 എയർ ബാഗുകളും ക്രൂയിസ് കൺട്രോൾ സിസ്റ്റമൊക്കെ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഇനി വിൻഫാസ്റ്റിൻ്റെ വാറൻറ്റിയും ഓഫർ സിസ്റ്റമൊക്കെ ഒന്ന് നോക്കി നോക്കാം. 7 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് വാറൻറ്റി കമ്പനി നൽകിയിട്ടുള്ളത്. ബാറ്ററി വാറൻറ്റി നൽകിയിട്ടുള്ളത് 10 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വാറൻറ്റിയാണ് നൽകിയിട്ടുള്ളത്. 3 വർഷം അല്ലെങ്കിൽ 36,000 കിലോമീറ്റർ വരെ സൗജന്യ സർവീസും നൽകിയിട്ടുണ്ട്. സൗജന്യ ചാർജിങ് അല്ലെങ്കിൽ ഫ്രീ ചാർജിങ് അപ് ടു 2029 മാർച്ച് 39 വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അവർ ഓഫർ പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. വി ഗ്രീൻ ചാർജിങ് സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ സൗജന്യം കിട്ടുന്നത്, അതായത് അവരുടെ സ്വന്തം ചാർജിങ് സ്റ്റേഷനിൽ. നിലവിൽ എവിടെയെങ്കിലും വി ഗ്രീൻ ചാർജിങ് സ്റ്റേഷൻ ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളതൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ടെങ്കിൽ കാര്യമാണ്. 2029 മാർച്ച് 31 വരെയും ആ ചാർജിങ് സ്റ്റേഷനിൽ ഈ വണ്ടി ചാർജ് ചെയ്യാൻ ഫ്രീ ആണ്. ഇതിനെല്ലാം പുറമെ ബൈബാക്ക് ഗ്യാരണ്ടിയും പറയുന്നുണ്ട്, അതായത് 75% വരെ അഷ്വർഡ് ബൈബാക്ക് ഓഫർ. കൂടാതെ അവരുടെ എക്സ്റ്റൻഡ് വാറൻറ്റിയിൽ സസ്പെൻഷൻ, പെയിൻറ്റ് എന്നിവയ്ക്കും കവറേജ് ലഭിക്കുന്നുണ്ട്. ഒരുപാട് ലക്ഷറി ഫീച്ചറുകൾ ഇല്ലെങ്കിലും ആവശ്യത്തിന് കരുത്തും നല്ല റേഞ്ചും മികച്ച വാറൻറ്റിയും നൽകുന്ന ഒരു ഫാമിലി EV തന്നെയാണ് വിൻഫാസ്റ്റ് VF MPV7. പക്ഷേ നോക്കേണ്ടതുണ്ട്, ഇതേ പ്രൈസ് റേഞ്ചിൽ മറ്റുള്ള ബ്രാൻഡുകൾ നൽകുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ഇത് മാത്രം മതിയോ എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാണെങ്കിലും വിൻഫാസ്റ്റ് ജനമനസ്സ് കീഴടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend ഫാസി മുഹമ്മദ്.